എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ അതായത് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നല്ലോ. വൈകുന്നേരത്തോടു കൂടിയാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് മറൈൻ ഡ്രൈവിലെ കായലിൽ നിന്നും കണ്ടെത്തിയ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാവും പോസ്റ്റ്മോർട്ടം നടക്കുക. കുഞ്ഞിൻ്റെ മൃതദേഹം എങ്ങനെ കായലിലെത്തി എന്നത് കണ്ടെത്താൻ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. അനിൽ ജോർജ് ആണ് ആ വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. അനിൽ, വളരെ സങ്കടത്തോടു കൂടി കേട്ട ഒരു വാർത്ത, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഇന്നലെ മറൈൻ ഡ്രൈവിൽ നിന്ന് നവജാത ശിശു, അതും പൊക്കിൾക്കൊടി പോലും അറ്റുപോകാത്ത ഒരു പിഞ്ചു കുഞ്ഞ്, ജനിച്ചുടനെ ഉപേക്ഷിച്ച കുഞ്ഞാണ്. അപ്പോൾ അത് ആരാണ് ഈ പാതകം നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുമുണ്ട്. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം? സേതു, ഇന്ന് 10 മണിക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള നിലയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്താതെ പ്രസവിച്ച പെൺകുട്ടിയാണ്. കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ പരിക്കുണ്ട് എന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇത് മറ്റെവിടെയെങ്കിലും ഈ കുട്ടിയുടെ ഈ മൃതദേഹം മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുകയും അതിനുശേഷം വേലിയേറ്റത്തിൽ അത് ഇവിടേക്ക് എത്തുകയും ചെയ്തതാണോ എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇതിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. നമുക്ക് അറിയാം, മുമ്പ് കൊച്ചിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. പ്രസവിച്ച ഉടനെ ഫ്ളാറ്റിൽ നിന്നൊരു കുട്ടിയെ പുറത്തേക്ക് എറിഞ്ഞ സംഭവമടക്കം കൊച്ചിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 10 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. അതിനുശേഷം എന്തായിരുന്നു മരണകാരണം എന്നതടക്കമുള്ള കൃത്യമായ വിവരം ലഭിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം എവിടെ നിന്ന് അവിടെ എത്തി എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനുള്ള തീവ്രമായ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ചുറ്റുവട്ടത്തെ CCTV-കൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ അനിൽ, ശരി, വ്യക്തമാണ്. നമുക്ക് വലിയ സങ്കടം തോന്നുന്ന കാര്യങ്ങളല്ല. സങ്കടം മാത്രമല്ല, ഇത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സാക്ഷി മരവിച്ച് പോവുകയാണോ എന്നുള്ളതൊക്കെ. ഒരു പിഞ്ചു കുഞ്ഞിലെ അതിനെയൊക്കെ എങ്ങനെയാണോ ഈ 9 മാസമൊക്കെ കുഞ്ഞുങ്ങളെ ചുവന്ന് പ്രസവിച്ച്, ഈ പ്രസവവേദന എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും വേദന സഹിച്ചാണല്ലോ പ്രസവിക്കുന്നത് പിള്ളേരെയൊക്കെ. അപ്പം അതിനുശേഷം ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നു കളയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഈ കൊല്ലണ്ടല്ലോ, വേണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. അല്ലെ, എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് നോക്കാനും അവരെ വളർത്താനും. എത്രയോ ആളുകൾ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ പൊന്നുപോലെ നോക്കും ഓരോ കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ എറിഞ്ഞുമൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നത്. നമുക്കതിൻ്റെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോഴാവും അറിയാൻ കഴിയുക.